2 ദിവസം മുന്നേ ഒരു 100 രൂപയുടെ ചുരിദാർ വിറ്റ് കട്ടിങ് വീഡിയോ ഞാൻ ചെയ്തിരുന്നു കേട്ടോ. അതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത് കേട്ടോ. ഇതിൻ്റെ ലൈനിങ് ആണ്. ലൈനിങ്ങിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 2 ചതുര കഷ്ണം വെട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ചുരിദാർ പീസിൽ നിന്ന് വെട്ടിയെടുത്ത ബാക്കി കഷ്ണത്തിൽ നിന്ന് എടുത്താൽ കേട്ടോ. അത് ഇതിൻ്റെ രണ്ടിൻ്റെയും സെൻറ്റർ മാർക്ക് ചെയ്തത് കറക്റ്റ് വെച്ചിട്ട് ആ തുണി കഷ്ണം നമ്മളിതിലൊന്ന് പതിച്ചടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ലൈനിങ്ങും ഒന്ന് അടിച്ച് കൊടുക്കുന്നുണ്ട്. കണ്ടോ, ഈ രീതിയിലാണ് അടിച്ചു കൊടുത്തത് കേട്ടോ. അങ്ങനെ ബേക്ക് വശവും അടിച്ചെടുക്കണം കേട്ടോ. ഇത് ചുരിദാർ പാൻറ്റ് വെട്ടിയതിൻ്റെ ബാക്കി കഷ്ണമാണ് കേട്ടോ. അതിൽ ഇത് ചുരിദാറിൻ്റെ ഫ്രണ്ടിൽ വെക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ചതുരത്തിലൊരു കഷ്ണം മുറിച്ചെടുക്കുകയാണ്. താഴേക്ക് 11 ഇഞ്ചും വീതി ഒരു 5 ഇഞ്ചും എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ 2 കഷ്ണം മുറിച്ചെടുത്തിട്ടുണ്ട്. കണ്ട 2 കഷ്ണം മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നല്ല വശങ്ങൾ ചേർത്ത് വെച്ചിട്ട് ഇതിൻ്റെ 3 ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് 3 ഭാഗം സ്റ്റിച്ച് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് ഈ തയ്യൽ തുമ്പ് കൂടെ നമ്മൾ ഓരോ വെട്ടിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് മറിച്ചെടുക്കുക ചെയ്യുന്നത്. മറിച്ചെടുത്തിട്ട് ഇത് കറക്റ്റിന് വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ തുമ്പ് വെട്ടി കൊടുക്കുന്നത്. പിന്നെ ഇതൊന്ന് പതിച്ചടിച്ചും കൊടുത്തിട്ടുണ്ട് കേട്ടോ. 3 ഭാഗം ഒന്ന് പതിച്ചടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മടക്കിയിട്ടിട്ട് ഇതിലാണ് ഞാൻ കഴുത്ത് മാർക്ക് ചെയ്യണത് കേട്ടോ. ഇങ്ങനെ മടക്കിയിട്ടിട്ടുണ്ട്. 2.5 ഇഞ്ച് ഞാൻ വീതി മാർക്ക് ചെയ്തിട്ടുണ്ട് കഴുത്തിൻ്റെ. താഴേക്ക് 6 ഇഞ്ചും എടുത്തിട്ടുണ്ട് കേട്ടോ. റൗണ്ട് ഷേപ്പിലൊന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് തിരിച്ചിട്ടിട്ട് ഇപ്പുറത്തേക്കൊന്ന് പതിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അതും ഒന്ന് മാർക്ക് ചെയ്ത് വരച്ചെടുത്തിട്ടുണ്ട്. ഈ രൂപത്തിൽ വരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ചുരിദാറിൻ്റെ നല്ല ഭാഗമാണ്. ഇത് ലൈനിങ് ആണ്. ഇനി അതിൻ്റെ മേലെ ഇങ്ങനെ ഇത് നമ്മൾ വരച്ച ഭാഗം മേലെ വരത്തക്ക രീതിയിൽ ആ തുണി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നല്ല പീസ്, ഇത് ലൈനിങ്, ഇത് ചുരിദാറിൻ്റെ നമ്മളിപ്പോൾ ഫ്രണ്ടിൽ വെക്കാൻ എടുത്ത ഇതും. അങ്ങനെ കഴുത്ത് മാർക്ക് ചെയ്ത ഭാഗത്ത് കൂടെ അങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതൊന്ന് വെട്ടിയിട്ട് ഇങ്ങനെ ഒന്ന് വെട്ടിട്ട് കൊടുത്തിട്ടാണ് പിന്നെ മറിച്ച് നമ്മൾ നല്ല ഭാഗത്തേക്കാണ് ഇത് മറിച്ചെടുക്കുന്നത് കേട്ടോ. ചുരിദാറിൻ്റെ നല്ല ഭാഗം ഉണ്ടല്ലോ നമ്മളുടെ ആ ഫ്രണ്ട് പീസ്, അതിലേക്കാണ് ഇത് മറിച്ച് കൊടുക്കുന്നത്. അങ്ങനെ ഇതിങ്ങനെ മറിച്ചെടുത്തിട്ട് കഴുത്തൊന്ന് പതിച്ചടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. കഴുത്ത് പതിച്ചടിച്ച് കൊടുത്തതിന് ശേഷം ആ പീസും അതേപോലെ ചേർത്ത് വെച്ച് തയ്ക്കുകയാണേ. ഇപ്പം തന്നെ നമുക്ക് ആ ഒരു രൂപം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. കണ്ടോ, ഫ്രണ്ടിൽ മഞ്ഞയിൽ ആ ഒരു കറുത്ത വർക്ക് വന്നപ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇത് ഇതിൻ്റെ ബേക്ക് ഭാഗമാണ്. ചുരിദാറിൻ്റെ ബേക്ക് ഭാഗം വീതി 2.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. കഴുത്ത് താഴേക്ക് ഒരു 5 ഇഞ്ച് എടുത്തിട്ട് റൗണ്ട് ഷേപ്പിലൊന്ന് വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് ഇതേപോലെ മറിച്ചിട്ടിട്ട് ഇപ്പുറത്തേക്കൊന്ന് പതിച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കഴുത്ത് കറക്റ്റിന് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇങ്ങനെയൊക്കെ അടിച്ചാലേ നമുക്ക് കഴുത്ത് കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. പിന്നെ ബേക്കിൽ നമ്മൾ ആ ലൈനിങ് തയ്ച്ച് വെച്ചാൽ അതിൽ വെച്ചിട്ട് നമ്മൾ ഈ നല്ല പീസ് വെച്ചിട്ട് അതേപോലെ നമ്മൾ കഴുത്ത് മാർക്ക് ചെയ്ത ഭാഗത്ത് കൂടെ അടിച്ചെടുത്തത് വെട്ടി കൊടുത്തിട്ട് പിന്നെ ഒരു വെട്ടിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. മറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് വെട്ടിട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ ഭാഗത്തും ഒന്ന് വെട്ടിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് മറിക്കുകയാണേ. മറിച്ചെടുത്തിട്ട് ഇതിൻ്റെ നല്ല ഭാഗം എടുത്തിട്ട് കഴുത്ത് ഒന്ന് പതിച്ചടിച്ച് കൊടുക്കുകയാണ് കേട്ടോ. കഴുത്ത് പതിച്ചടിക്കുമ്പോൾ നേരെ മേലെന്ന് തുടങ്ങിയിട്ടില്ല കേട്ടോ. കുറച്ച് ഭാഗം വിട്ടിട്ടാണ് ഞാൻ കഴുത്ത് താഴത്തേക്ക് ഇങ്ങനെ അടിച്ച് കൊണ്ടിരുന്നത്. മേലെ ഭാഗം 2 സൈഡിലും മേലെ ഭാഗം കുറച്ച് പതിച്ചടിച്ചിട്ടിട്ടില്ല കേട്ടോ. കണ്ടോ, ഇത്രയും ഭാഗം ഈ 2 ഭാഗവും ഒഴിവാക്കിയിട്ടിട്ടുണ്ട്. പിന്നെ ഇത് നമ്മളിങ്ങനെ നിവർത്തി വെച്ചിട്ട് ലൈനിങ്ങിൻ്റെ ബാക്കി ഭാഗങ്ങളൊക്കെ മുറിച്ച് നമ്മുടെ ചുരിദാറിൻ്റെ ആ പീസിൻ്റെ കറക്റ്റായിട്ട് മുറിച്ചെടുക്കണം കേട്ടോ. ഇത് ലൈനിങ്ങിൻ്റെ താഴെ ഭാഗം ഒന്ന് മടക്കി അടിച്ചു കൊടുക്കുകയാണ്. താഴെ ഭാഗം വരുന്നതാണ് കേട്ടോ. അതൊന്ന് മടക്കി അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിനി 2 പീസും ഒന്ന് ചേർത്തടിച്ച് വെക്കുകയാണ് കേട്ടോ. തുണി അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പോവാതിരിക്കാൻ നമ്മളിങ്ങനെ ചേർത്തടിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ നല്ല എളുപ്പമാണ്. അങ്ങനെ 2 ഭാഗവും ഒന്ന് ചേർത്തടിച്ചു കൊടുത്തിട്ടുണ്ട്.
ബാക്ക് ഭാഗം അടിക്കുമ്പോൾ നമ്മൾ ആ കൈയിൻ്റെ കൈക്കുഴീൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് താഴ്ത്തിക്കാണ് അടിക്കുന്നത് കേട്ടോ. മേലെ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് അടിച്ച് കൊണ്ടുവന്നിട്ടില്ല. മറ്റേ പീസ് അതേപോലെ ഷോൾഡറിൻ്റെ അവിടെ നിന്നാണ് അടിച്ച് കൊണ്ടുവന്നത്. ഇത് ഈ കൈക്കുഴീൻ്റെ അവിടെ നിന്ന് അങ്ങോട്ടാണ് തയ്ച്ച് കൊണ്ടുപോകുന്നത് കേട്ടോ. ഇതിനി രണ്ട് ഭാഗം കൂടി ചേർത്ത് അടിക്കുമ്പോൾ ആണ് മറ്റേ ഭാഗമൊക്കെ അടിക്കുകയുള്ളൂ. ഇത് കണ്ടോ, ചേർത്ത് അടിക്കുകയാണ് ഇനി കേട്ടോ. ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് നല്ല ഭാഗങ്ങൾ രണ്ടും ചേർത്ത് വെച്ചിട്ട് ബാക്ക് വശത്തിൻ്റെ ലൈനിങ് ഉണ്ടല്ലോ, ആ ലൈനിങ് ഇപ്പുറത്തേക്ക് മറിച്ചെടുത്തിട്ട് കറക്റ്റിന് വെച്ചിട്ട് വേണം അത് തയ്ക്കാൻ കേട്ടോ. അത് ഇങ്ങനെ തയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ബാക്ക് വശം കുറച്ച് ഭാഗം ഒഴിവാക്കി പതിച്ചടിച്ചതും പിന്നെ കൈക്കുഴീൻ്റെ അവിടെ നിന്ന് അങ്ങോട്ട് താഴത്തേക്ക് അടിച്ചതും കേട്ടോ. ഇങ്ങനെ മറിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ രണ്ട് ഭാഗവും ഇങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ടേ. കണ്ടോ, നല്ല വൃത്തിയായിട്ട് വരും കേട്ടോ. അപ്പോൾ ആ ഒരു ജോയിൻറ്റ് നല്ല വൃത്തിയിൽ കിട്ടുമേ. അങ്ങനെ പതിച്ചടിക്കാത്ത ഭാഗം പിന്നെ ഞാനൊന്ന് പതിച്ചടിക്കുകയാണ് കേട്ടോ. പതിച്ചടിച്ചിട്ട് ഷോൾഡറിൻ്റെ ആ ഭാഗം ഒന്ന് അടിച്ച് ഇപ്പുറത്തേക്ക് അടിക്കാത്ത ആ കൈക്കുഴീൻ്റെ ഭാഗമൊക്കെ ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇതിങ്ങനെ രണ്ട് ഭാഗവും അടിച്ചെടുക്കുന്നുണ്ടേ. അങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ കയ്യിൻ്റെ വർക്കാണ്. ഒരു 1.5 ഇഞ്ച് വീതിയിൽ 2 തുണിക്കഷ്ണം കയ്യിൻ്റെ അതേ നീളത്തിൽ മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി കൈ നല്ല സെൻറ്ററിൽ വെച്ചിട്ട് 2 പീസാക്കി കൊടുക്കുകയാണ്. നല്ല നടുക്ക് വെച്ചിട്ടാണ് കേട്ടോ മുറിച്ച് കൊടുക്കുന്നത്. 2 പീസാക്കി എടുത്തിട്ടുണ്ട്. ഇനി ചെറിയ 1.5 ഇഞ്ച് വീതിയിലുള്ള ആ കഷ്ണത്തിലാണ് നമ്മൾ ഈ കൈ ചേർത്തടിക്കുന്നത് കേട്ടോ. അങ്ങനെ ഒരു ഭാഗം ചേർത്തടിച്ചിട്ടുണ്ട്. ഇനി മറ്റേ ഭാഗം കൂടെ, ഒരു ഭാഗമേ ചേർത്തടിച്ചിട്ടുള്ളൂ, ഇനി മറ്റേ ഭാഗം കൂടെ ചേർത്തടിക്കുകയാണ് കേട്ടോ. അങ്ങനെ ആ ഭാഗം കൂടെ ചേർത്തടിച്ചിട്ടുണ്ട്. ഇനി ഇത് കണ്ടോ, ഇപ്പോൾ നല്ലൊരു ഭംഗിയില്ലേ ആ കറുപ്പാ വർക്ക് വന്നപ്പോൾ നല്ല രസമുണ്ട് കേട്ടോ. മഞ്ഞയിൽ ആ കറുപ്പ് വന്നപ്പോഴേ. ഇനി ഇതൊന്ന് പതിച്ചടിച്ച് കൊടുക്കുകയാണേ. ഞാനിത് വെട്ടിയപ്പോൾ കൈ 16 ഇഞ്ച് ഇറക്കെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേറൊരു രൂപമായിരുന്നു കയ്യിൻ്റെ മനസ്സിൽ കേട്ടോ. പിന്നെ ഇപ്പോഴേക്ക് തയ്ക്കാൻ തുടങ്ങിയപ്പോൾ ഇങ്ങനെ തയ്ച്ചാൽ മതി എന്നൊരു തോന്നൽ ഞാൻ. അപ്പോൾ ഇറക്കം കുറച്ച് കൂടുതലാണ്, അപ്പോൾ കുറച്ച് വെട്ടി കളഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് ചേർത്തടിച്ച് കൊടുക്കണം കേട്ടോ. നമ്മുടെ ചുരിദാറിനെ കൈയൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ സൈഡൊന്ന് അടിച്ചു കൊടുക്കുകയാണ് കേട്ടോ. നമുക്ക് ചുരിദാർ വെച്ചിട്ട് അടിച്ചു കൊടുക്കാം കേട്ടോ. ചുരിദാർ വെച്ചിട്ട് കറക്റ്റായിട്ട് വെച്ച് നമ്മുടെ വണ്ണമൊക്കെ കറക്റ്റായിട്ട് വെച്ച് വരച്ചിട്ട് അടിക്കാം. അല്ലെങ്കിൽ നമ്മൾ തയ്ച്ചിട്ട് ഇട്ട് നോക്കിയിട്ട് കറക്റ്റാക്കിയിട്ടും അടിക്കാം കേട്ടോ. അങ്ങനെ ഇതിൻ്റെ ഒരു താഴെ നമ്മൾ ഓപ്പൺ സൈഡ് മാർക്ക് ചെയ്ത് അവിടെ നമ്മൾ കെട്ടിട്ട് നിർത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ 2 സൈഡും തയ്ച്ചതിന് ശേഷം ഓപ്പൺ ഭാഗമാണ് തയ്ക്കുന്നത് കേട്ടോ. ഓപ്പൺ ഭാഗം ഇങ്ങനെ മടക്കി 2 മടക്കി ഇങ്ങനെ കറക്റ്റിന് അടിച്ച് നല്ല രീതിയിൽ പിടിച്ച് കറക്റ്റിന് അടിച്ച് കൊണ്ടുവന്ന് സൈഡ് ഇതേപോലെ തിരിച്ച് ഇങ്ങോട്ടും തിരിച്ചടിച്ച് നല്ല മടക്കി അങ്ങനെ അടിച്ചെടുത്താൽ നല്ല വൃത്തിക്ക് കിട്ടും കേട്ടോ അത്. അങ്ങനെ 2 ഭാഗവും നമ്മൾ തയ്ച്ചെടുക്കണ്ടേ. 2 ഭാഗം തയ്ച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഓപ്പൺ ഭാഗം ഇത് കണ്ടോ, ഇങ്ങനെയാണ് കിട്ടുക. നല്ല വൃത്തിയിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ താഴെ ഭാഗമാണ് അടിച്ചെടുക്കുന്നത് കേട്ടോ. ചുരിദാറിൻ്റെ താഴെ ഭാഗം ഒന്ന് മടക്കി അടിക്കുന്നുണ്ട്. നല്ല നമ്മുടെ ചുരിദാറിൻ്റെ തുണി താഴെ വരുന്ന ഭാഗമാണ് ഈ അടിച്ചെടുക്കുന്നത്. ഇനി ഇതൊന്ന് പതിച്ചടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പതിച്ചടിച്ചാൽ നല്ല രസമാണ് കേട്ടോ. അറ്റത്ത് കൂടെ നമ്മളിതിങ്ങനെ ഓരോ സ്റ്റിച്ച് പതിച്ചടിക്കുമ്പോൾ ഡബിൾ സ്റ്റിച്ചിൽ ഇതിങ്ങനെ കാണുമ്പോൾ നല്ല ഭംഗിയാണ്, നല്ല വൃത്തിയിൽ കിട്ടുകയും ചെയ്യും കേട്ടോ. അങ്ങനെ ചുരിദാറിൻ്റെ ഒരു രൂപം നമ്മളുടെ ഇത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഈ ഭാഗം കൂടെ ഇത്രയും കൂടെ തയ്ച്ച് കഴിഞ്ഞാൽ ചുരിദാറിൻ്റെ തയ്യൽ കഴിഞ്ഞു കേട്ടോ. ഇതാണ് ഇതിൻ്റെ ഒരു ഫൈനൽ രൂപം കേട്ടോ. ഇനി ഇതിൻ്റെ പാൻറ്റിൻ്റെ വീഡിയോ ആയിട്ട് ഞാൻ അടുത്ത് വരുന്നതാണ്.